പിതാക്കളെ പ്രീതി തനിച്ചാക്കി മെല്ലെ ആദം ഇദ്രീസടിനൂഹും ഹൂദും നബി സാലിക്കലൂത്തും ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവലോകം മമൈത രാജാതി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമ്മളെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ വയോജന ടൂറിന്റെ അന്ന് പാട്ട് പാടിയ ഒരു ചേച്ചിയുണ്ട്. ടീച്ചർ പാട്ടും വിശേഷങ്ങളും പറച്ചിലൊക്കെ ആയിട്ട് ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്താം. വാ, ടീച്ചർ വരൂ. നമസ്കാരം ടീച്ചർ. നമസ്കാരം. അപ്പൊ ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് എത്തിപ്പെട്ടതും ടീച്ചറെ പാട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അത് നിങ്ങൾ നമ്മളെ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ടീച്ചറെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. എൻ്റെ പേര് സരോജിനി. ഞാൻ പാണ്ടിക്കാട് പഞ്ചായത്ത് ഒലിപ്പുഴ അംഗൻവാടിയിൽ ടീച്ചറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു തുടക്കം എൻ്റെ ഒരു ടീച്ചറുണ്ട്, അതായത് കാർത്തിയൻ ടീച്ചർ. ടീച്ചർ വരും. അപ്പൊ നമ്മളെ കാർത്തിയൻ ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടീച്ചറെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. നമസ്കാരം. അപ്പോൾ ടീച്ചർ എൻ്റെ ഒരു ആരാധകയാണ്, ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്, എല്ലാമാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത മുബഷിറ എന്ന് പറയുന്ന കുട്ടി ഞങ്ങളെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഈ കുട്ടീനെ പരിചയപ്പെടുന്നത്. ഈ ഒക്ടോബർ 16-ാം തീയതി ഞങ്ങളൊരു വയോജന ടൂർ അറേഞ്ച് ചെയ്തിരുന്നു പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു 9 ബസ് ഞങ്ങൾ വയോജനങ്ങളെ കൊണ്ട് കോഴിക്കോട് യാത്ര പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു ബസ്സിൽ, അതായത് 5-ാം നമ്പർ ബസ്സിൽ ഞാനും ശ്രീല ടീച്ചറായിരുന്നു കോർഡിനേറ്റർ, അബീബ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിന്നെ വയോജന ടൂർ കാരണം അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാവരും ആവശ്യാർത്ഥം ഞാൻ പാടുന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പാട്ട് പാടി, വയസ്സെന്ന കാലം എന്നുള്ള ആ ഒരു പാട്ട്. ആ പാട്ട് ഫുള്ളായിട്ടും ഞാൻ പാടിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതിന് ഒരു ഇപ്പ തൻ്റെ മോൾക്ക് ഇത് ഫോർവേഡ് ചെയ്തു കൊടുത്തു. ആ മോളാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത ഈ കുട്ടി. ഓക്കെ, അതാണ് ഞാൻ ഈ മുബഷിറ എന്ന് പറയുന്ന ഒരാള്, മുബഷിറ കുട്ടി. ഓക്കെ. ആ മോള് പിന്നെ അവരെ സ്വന്തം ടീച്ചറായ കാർത്തിയൻ ടീച്ചറെ വിളിച്ചു. കാർത്തിയൻ ടീച്ചർ അങ്ങനെ തന്നെ എൻ്റെ നമ്പർ കൊടുത്തു. അതായത് ആ കുട്ടി പറഞ്ഞത് ഇന്നെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ, വല്ല നമ്പറും ശേഖരിച്ച് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ കാർത്തിയൻ ടീച്ചറാണ് എൻ്റെ നമ്പർ കൊടുത്തത്. ടീച്ചറെ, എല്ലാവരും നമ്മളെ ഈ ചാനൽ കാണുന്നത് ഈ പാട്ടും വിശേഷങ്ങളും പറച്ചിലും കേൾക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പാട്ട് കേട്ടാലോ? സുഖങ്ങളെ തേടി ദുനിയാവ് നേടി മറന്നല്ലോ മാതാ പിതാക്കളെ പ്രീതി തനിച്ചാക്കി മെല്ലെ പടിയിറങ്ങുന്നു ചലിക്കുന്ന ഭീതി അതിലുണ്ട് നീതി. ഇളം കുഞ്ഞു നാളിൽ കരം പിടിച്ചെന്നും നടത്തിച്ചു നിന്നെ പിതാവെന്ന ത്യാഗം. സഹനത്തിൻ കാവ് പ്രസവത്തിൻ നോവ് സഹിച്ചുമ്മയേറെ നിനച്ചു കിനാവ്. വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസ്സകം വേണം വെടിഞ്ഞോ അഹന്ത. വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരും ഒരു കാലം. ഇനി വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 3 ആൺകുട്ടികളുണ്ട്. മൂത്ത ആൾ കല്യാണം കഴിച്ചു, അവന് 2 കുട്ടികൾ. ഇളയാളും കല്യാണം കഴിച്ചു, അവന് കുട്ടികളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഈ മെയ്യിലായിരുന്നു കല്യാണം. വലിയ ആൾ ഇസാഫ് ഓഡിറ്ററാണ്, രണ്ടാമത്തെ ആൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ചെറിയ ആൾ ഇപ്പോൾ പോലീസിലാണ്. ഏട്ടന് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ഏട്ടൻ അവിടെ ഒരു പിന്നെ സ്വകാര്യ സ്കൂളിൽ ഇപ്പോൾ പോകുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ കുടുംബം. എൻ്റെ മക്കളും ഏട്ടനും പിന്നെ മരുമക്കളും എല്ലാവരും സപ്പോർട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ.
ഓക്കെ ഓക്കെ ഓക്കെ. പാട്ട് നിങ്ങൾ ചെറുപ്പം മുതലേ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നോ അതോ പാടിയ ആളായിരുന്നോ? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്താണ് ഈ മാപ്പിളപ്പാട്ടിനോട് ഇത്ര വലിയൊരു ആഗ്രഹം? ആഗ്രഹം എന്ന് പറഞ്ഞാല് ഞാനൊരു 78, 79 ആ കാലയളവിൽ, അതായത് ഏകദേശം എനിക്കൊരു 10 വയസ്സ് 12 വയസ്സൊക്കെ ഉണ്ടാവും. ആ സമയത്ത് എന്നെ പാട്ട് പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥനുണ്ട്, വണ്ടൂർ KC അബ്ദുൾ റബ്ബ് എന്നാണ് പേര്. മൂപ്പരുണ്ട്. ഇപ്പോൾ അവർ പാട്ടുകൾ എഴുതും. അതായത് എൻ്റെ ഈ ഒരു കലാവാസന മനസ്സിലായത് ആ ഒരു കേസിയാക്കാക്കാണ്. ഞാൻ കേസിയാക്കാന്നാണ് വിളിക്കുക. അപ്പോൾ കേസിയാക്ക മൂപ്പര് പെങ്ങളെ വീട്ടിൽ വരും എപ്പോഴും. അപ്പോൾ അവിടെ വരുമ്പോൾ ഇന്നിങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവിടുത്തെ ഇളയമ്മ, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഇളയമ്മ ഇങ്ങനെ പറയും നമ്മളെ സരക്കുട്ടി നല്ലോണം പാടും. മൂപ്പര് ഭയങ്കര പാട്ടിന് ഭയങ്കര ആരാധകനായിരുന്നു. പാട്ട് എഴുതും ചെയ്യും. അപ്പോൾ അങ്ങനെ മൂപ്പരിൻ്റെ 4 വരി പാടാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ ഈ പാട്ട് 4 വരി എഴുതി, മൂപ്പര് എഴുതിയ പാട്ട് അങ്ങനെ പാടി. പിന്നെ ഞങ്ങൾ ഒരുപാട് ഗാനമേളകളിലൊക്കെ ഞങ്ങൾ പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ ഒരു സമയത്ത് നല്ലോണം തിളങ്ങി നിന്നൊരു താരായിരുന്നു അല്ലേ? അതെ അതെ അതെ. പിന്നീട് കല്യാണം കഴിഞ്ഞപ്പോൾ, പിന്നെ 85 കല്യാണം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ സ്റ്റോപ്പാക്കി, അതൊക്കെ സ്റ്റോപ്പാക്കി. അപ്പൊ ടീച്ചറെ, ഞാൻ അറിഞ്ഞത് ടീച്ചർ ഹിന്ദി, മാപ്പിളപ്പാട്ട്, അതുപോലെ മലയാളം സോങ്, അതേപോലെ തമിഴ്, ഈ 4 ഭാഷകളും നമ്മൾ ടീച്ചർ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അത്ര. അപ്പോൾ ഈ 4 ലാംഗ്വേജിലുള്ള പാട്ടുകൾ നിങ്ങൾ നമുക്ക് പാടിത്തരൂലേ? തയ്യാറല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കേട്ട് നോക്കാട്ടോ. നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു മാപ്പിളപ്പാട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവലോകം മമൈത രാജാധിരാജൻ നീ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവലോകം മമൈത രാജാധിരാജൻ നീ അല്ലാഹ്. വൗ, അടിപൊളി. അപ്പൊ ടീച്ചറെ, നമ്മൾ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഒരാളാണ് ഞാനും. അപ്പോൾ ഞാനിപ്പോൾ അടുത്തായിട്ടാണ് നിങ്ങളൊന്ന് അറിയപ്പെട്ടത്. അതും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കേട്ടോ. എനിക്ക് നിങ്ങളൊന്ന് പൊക്കണം എന്നുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും ഒന്ന് പൊക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ മിക്ക ആളുകൾക്കും നിങ്ങൾ പാട്ടുകാരിയാണെന്നുള്ളതേ അറിയാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടല്ലേ? എനിക്ക് എല്ലാവരും സപ്പോർട്ടാണ്. വീട്ടിൽ ഹസ്ബൻഡ്, അതുപോലെ മക്കള്, മരുമക്കൾ എല്ലാവരും സപ്പോർട്ടാണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ വലിയൊരു ആഗ്രഹം സാധിച്ചൊരു ദിവസമാണെന്ന്. സ്റ്റുഡിയോയിലൊക്കെ പോയി ഒരു പാട്ടൊക്കെ പാടി വളരെയധികം. കാരണക്കാർ 2 ആളാണ്. ഒന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കാർത്തി, ഒന്ന് മുബഷിറ കുട്ടി. ഓക്കെ, താങ്ക് യു. എന്തായാലും താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ അങ്ങനെ ഒരു ചെയ്യാനുള്ള ഒരു കാരണം എന്താ വെച്ചാല്, ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ആഗ്രഹമുള്ള ഒരാളുണ്ടാവും. ഇനി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളെ പാണ്ടിക്കാട് പഞ്ചായത്താണെങ്കിലും അല്ലാത്ത ഒരു പഞ്ചായത്താണെങ്കിലും പാടാൻ കഴിവില്ല ആളുകൾക്കുള്ള ഒരു അവസരങ്ങൾ നമ്മളാൽ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റിൽ റെക്കോർഡിങ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു സന്തോഷമാണ് ഇന്ന് ഞാൻ നിങ്ങളൊരു മുഖത്ത് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അംഗൻവാടിയിൽ ഇപ്പോൾ എത്ര വർഷത്തോളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഞാന് 33 വർഷമായി അംഗൻവാടി ടീച്ചറാ. 92 കയറിയത്. എന്റെ കൂടെ ഒരുപാട് ടീച്ചേഴ്സ് കയറിയിട്ടുണ്ട്. ടീച്ചറെ, ഈ ചെറുപ്പം മുതൽ പാടിയ സമയത്ത് ഇങ്ങനെ പാടിയിട്ട് എന്തെങ്കിലും ആവാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. തുളിയിലെ അടവந்த മനസ്സിൻ വിളക്കേ ആഴിയിലെ കണ്ടെടുത്ത അർബുദമാണി മുത്തേ തൊട്ടിൻമേലേ മുത്തുമാല പൂവ വിളയാട് ചിന്ന തമ്പി പാട് തുളിയിലെ അടവந்த മനത്തെ മിൻ വിളക്കേ ആഴിയിലെ കണ്ടെടുത്ത അർബുദമാണി മുത്തേ തൊട്ടിൻമേലേ മുത്തുമാല വനപ്പൂവ വിളയാട് തമ്പിയശപാട് വർണ്ണപ്പൂവ വിളയാട് ചിന്ന തമ്പിയശപാട്. അടിപൊളി. അച്ഛനും അമ്മയൊക്കെ ഉണ്ടായ സമയത്ത് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് അല്ലായിരുന്നില്ലേ? അതെ അതെ, അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എനിക്ക് അച്ഛൻ്റെ ഒരുപാട് ഓർമ്മകളൊന്നും എനിക്കില്ല. കാരണം അച്ഛൻ ഒരുപാട് കുറച്ച് ചെറുപ്പത്തിലെ മരിച്ചുപോയി. അമ്മ പിന്നെയും അമ്മയുടെ കുറച്ചും കൂടെ ഓർമ്മകളുണ്ട്. പക്ഷേ എനിക്കൊന്നും കൂടി പിന്നെ എന്താ പറയുക, സപ്പോർട്ടും സ്നേഹവും എല്ലാം
അമ്മ മരിച്ചതിന് ശേഷവും അമ്മ ഉണ്ടായിരുന്നു വന്നപ്പോഴും എൻ്റെ വലിയ ഏട്ടനായിരുന്നു. വലിയ ഏട്ടന് ഏടത്തിയമ്മ, ഞങ്ങൾ അച്ഛനും അമ്മയാണ്. ആ ഏട്ടനാണ് എൻ്റെ എന്താ പറയുക കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് പിന്നെ ഒരുപാട് ഗാനമേളകൾക്ക് വിടലും പിന്നെ അടുത്തൊക്കെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഏട്ടൻ വന്ന് കാണും. ഏട്ടനും ഫാമിലി അടക്കം വന്ന് കാണും. ഞാൻ സ്റ്റേജിൽ പാടുന്നുണ്ട്, എൻ്റെ ഏട്ടൻ കരയും. ഇപ്പോഴും എനിക്ക് എൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഏട്ടന് ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഏട്ടന് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ വിട്ട് കൊടുത്താൽ ഏട്ടന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ആരും അറിയപ്പെടാതെ പോയി, അതുകൊണ്ടുള്ള ആ ഒരു വിഷമം. അന്നൊന്നും ഇത് കലകളൊന്നും വളർത്തിയെടുക്കാൻ പറ്റിയിരുന്നൊരു സാഹചര്യമല്ല. വീട്ടിലെ പിന്നെ സാഹചര്യങ്ങൾ നമ്മൾ സാമ്പത്തികമായിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു കാലായിരുന്നു. അപ്പൊ ഇന്ന് ഏട്ടനോട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താ പറയാന്? ഒരുപാട് 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 നന്ദിയുണ്ട്. ഒരുപാട് നന്ദി ഏട്ടനും ഏടത്തിയമ്മയൊക്കെ. അതായത് അവർ ആ സമയങ്ങളിൽ പ്രോത്സാഹനം തന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ കല ഇവിടം വരെ. അതായത് ഇന്നിപ്പോൾ എനിക്ക് ഈ ഒരു റെക്കോർഡിങ് ചെയ്യാനും എല്ലാറ്റിനും എനിക്ക് പിന്നെ എന്താ പറയുക ഭാഗ്യം ഉണ്ടായതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്, സത്യം അങ്ങനെ തന്നെയാണ്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഏട്ടനോടും ഏടത്തിയമ്മേനോടും. വേഷം എന്നുള്ള സിനിമയിലെ പാട്ട് പാടാം അല്ലേ? 4 വരി. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. അപ്പൊ എന്താണ് ഈ അവസരത്തിൽ നിങ്ങൾ ഹസ്ബൻഡിനോട് പറയാനുള്ള കാര്യം? ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ എല്ലാ എന്താ പറയാ, എൻ്റെ എല്ലാം ആണ് എൻ്റെ ഹസ്ബൻഡ്. അതായത് എനിക്ക് ഫുള്ള് സപ്പോർട്ടാ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേജിൽ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിന്. മൂപ്പര് പാടാൻ അറിയില്ല, പക്ഷെ നല്ലൊരു ആസ്വാദകനാണ്. അപ്പോൾ എവിടെ എന്ത് പരിപാടി സ്റ്റേജിൽ നടക്കുന്നുണ്ടെങ്കിലും അവിടെ എന്നോട് പാടാൻ പറയും, ഈ കയറി ഒരു പാട്ട് പാടിക്കാം എന്ന് പറഞ്ഞിട്ട്. ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, എന്താണെന്നറിയോ? ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നബിമാരുടെ പേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കേൾക്കണവര് ക്ഷമിക്കുക. ആദം ഇദ്രീസ് നൂഹും ഹൂദും നബി സാലിഹ് ലൂത്തും ഇബ്രാഹിം സന്തതികൾ ഇസ്മായിലും ഇസ്ഹാക്കും യാക്കൂബനിന്തും അതിമുതലെങ്കും പവിഴമ്പോൾ അണികളിൽ വിലച്ചിടും നബി അയ്യൂബവരും സുഹപതി സുലൈമാൻ ഹാദു നബിയും മൂസാൻ ഹൂദും അലിയ സക്കരിയ സുബ് യൂനുസുമേ സക്കരിയ ദാവൂദും യഹിയ ഈശ തിരുനബി സല്ലല്ലാഹ് മുഹമ്മദ് തിരുനബി എക്സലന്റ് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ എന്നോട് പറയട്ടെ, എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതിനൊന്ന് ഹെൽപ്പ് ചെയ്യോ? അതിനെന്താ. ഓക്കെ. അപ്പോ ഏത് പാട്ടാണ് പാടാൻ പോണത്? നമ്മള് കുറച്ച് പഴയൊരു പാട്ടുണ്ടല്ലോ, അതെ ആ പാട്ട്. അതെ, അതിന്റെ ലിറിക് എന്താണ്? आने से उसकी आए बहार, जाने से उसकी जाए बहार, बड़ी मस्तानी है मेरी महबूबा, मेरी जिंदगानी है मेरी महबूबा. आने से उसके आए बहार, जाने से उसके जाए बहार, बड़ी मस्तानी है मेरी महबूबा, मेरी जिंदगानी है मेरी महबूबा. ഞാനല്ല നിങ്ങള് എന്താ പറയാ, പ്രായത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രായം എന്നൊക്കെ പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് കേട്ടോ. അതിലൊന്നും എന്താ പറയാ, എനിക്ക് പറയാൻ അറിയണില്ല സത്യത്തില്. കാരണം ഈ ഒരു ഏജിലും കൂടി ഇങ്ങനെയൊക്കെ പാട്ട് പാടാന്ന് പറയുമ്പോഴേ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ടീച്ചർ പാടിയ, അതേപോലെ നമ്മൾ കാർത്തിയൻ ടീച്ചർ പാടിയ പാട്ടുകളൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ
നമ്മളെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആദ്യത്തെ ഒരു ഇന്റർവ്യൂ കൂടിയാണ് എൻ്റെ ചാനലിൽ. ഞാനും ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ഞാൻ ചെറിയ കുട്ടികളൊക്കെ ചെയ്തിട്ടുള്ളൂ, മുതിർന്ന ആളുകളായിട്ട് നമ്മളെ സരോജിനി ടീച്ചറെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അത് നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിന്ന് നമ്മളൊന്ന് പൊക്കി അല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്നും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.